നമസ്കാരം. ഈഫിൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള കൊടുങ്കാറ്റടിച്ചാൽ പോലും കുലുങ്ങാത്ത തരത്തിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു റെയിൽവേ പാലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. ചെനാബ് എന്ന എഞ്ചിനീയറിംഗ് വിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം, അത് ഇന്ത്യയിലാണ്. ചെനാബ് പാലം അങ്ങനെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ച് സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ത്രിവർണ്ണ പതാക വീശിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം ഉദ്ഘാടനം ചെയ്തത്. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലത്തെ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. ചെനാബ് പാലത്തിന് പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്ററിലധികം ഉയരമുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ഉയരമുള്ള ഒരു പാലമാക്കി, റെയിൽവേ പാലമാക്കി മാറ്റിയിരിക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ കീഴിൽ മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് ഇത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലമെന്ന സവിശേഷത അങ്ങനെ ചെനാബ് പാലം സ്വന്തമാക്കിയിരിക്കുന്നു. ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിൽ, അതായത് ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്ററിലധികം തലപ്പൊക്കത്തോടെയാണ് ചെനാബ് പാലം തല ഉയർത്തി നിൽക്കുന്നത്. പാലത്തിന് 1315 മീറ്റർ നീളമുണ്ട്. കഠിനമായ ഹിമാലയൻ കാലാവസ്ഥയെയും ഭൂകമ്പത്തെയും പോലും നേരിടാൻ ഈ പാലത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. തന്ത്രപ്രധാനമായി ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സായുധ സേനകൾക്ക് ഈ റെയിൽവേ ലൈൻ ഏറ്റവും അധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇതുകൂടാതെ തന്നെ ടൂറിസത്തിൻ്റെ പ്രോത്സാഹനത്തിന് ഏറെ സഹായകരമാകും ഈ പാലം. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലൈൻ പദ്ധതിയുടെ ഭാഗമായി 2002 ആരംഭിച്ച ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണം 2022 ഓഗസ്റ്റിലായിരുന്നു പൂർത്തീകരിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിയുമ്പോൾ ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് അടക്കം ആരംഭിക്കും. പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ ചെനാബ് നദീതീരത്തിൻ്റെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടിമുടികളുടെയും മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കൊക്കെ കാണാൻ സാധിക്കും. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ ചെറുക്കുകയും ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാലത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് 120 വർഷത്തെ ആയുർദൈർഘ്യമാണ് പ്രവചിക്കുന്നത്. 1468 കോടി രൂപയോളമാണ് ഈ പാലം നിർമ്മാണത്തിന് വേണ്ടി നിലവിൽ ചെലവഴിച്ചിരിക്കുന്നത്. അതിശക്തമായ ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ഇതിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാലം ഇന്ത്യയുടെ കരുത്തിനെ തന്നെയാണ് ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. പാലത്തിൻ്റെ പ്രധാന കമാനത്തിൻ്റെ നീളം 460 മീറ്ററാണ്. 2017 പാലത്തിൻ്റെ പ്രധാന കമാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2022 പണി പൂർത്തിയായെങ്കിൽ പോലും 24 പൂർണ്ണ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെത്തുന്നു എന്നുള്ള പ്രത്യേകതയ്ക്കൊപ്പം തന്നെ ഇത് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ജമ്മു കാശ്മീരിലേക്ക് അത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഇതിന് പിന്നാലെ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാതാ വൈഷ്ണോവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഖത്രയിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. 350 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീമാതാ വൈഷ്ണോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിനും പ്രധാനമന്ത്രി ഇതിനൊപ്പം തന്നെ തറക്കല്ലിട്ടു എന്നുള്ളതാണ് അഭിമാനകരമായ മറ്റൊരു വസ്തുതയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.